ഹലോ. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിട്ട് നിൽക്കുക, എന്ത് പറഞ്ഞ് ഇൻട്രോ പറഞ്ഞ് തുടങ്ങണമെന്ന് ആലോചിച്ചിട്ട് കേട്ടോ. ഇന്നിപ്പോ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതായത് നമുക്ക് ഇന്നോട്ട് നോമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ 2-3 ദിവസം മുന്നേ തൊട്ടിട്ട് ഇവിടെ ഒതുക്കലും പറക്കലും ക്ലീനിങ്ങും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വീടൊന്ന് ചെറിയ തോതിൽ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നിങ്ങൾ കാണാൻ പോണത്. ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൽ വന്നിട്ട് ഡെയിലി വ്ളോഗ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ചൊക്കെ നനച്ചുകുളി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇതിനകത്തും വരുന്നത്. കണ്ടിന്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല, അതിൽ കുറച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു, ബാലൻസ് ഞാൻ ഇതിൽ കാണിക്കുന്നു, ലോങ് വീഡിയോ ആക്കി കാണിക്കുന്നു. അത് ഷോർട്ട് ആയിട്ടായിരുന്നു കേട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ആൻഡ് ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു ചാനൽ തുടങ്ങിയ കാര്യം തന്നെ പലർക്കും മറ്റേ ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സാർക്കും അറിയില്ല തോന്നുന്നുണ്ട്. എനിവേ മെല്ലെ മെല്ലെ അറിഞ്ഞു വരുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിങ്ങനെ അറിഞ്ഞു വരികയാണെങ്കിൽ ആ ഒരു ചാനലിൽ തന്ന സപ്പോർട്ട് എനിക്ക് തരണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്ന് ഇവിടെ ഒന്ന് വൃത്തിയാക്കാണ്. സത്യത്തിൽ ഇത് 2 ദിവസം ഇങ്ങനെ സ്പ്ലിറ്റാക്കി എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ. ഞാൻ പൊതുവേ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒറ്റ സ്റ്റെപ്പിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കത്തില്ല. ബിക്കോസ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഹെൽത്ത് ഭയങ്കരമായിട്ട് വീക്ക് ആകും പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ഇത്രയും പൊടി വരുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ലൈക്ക് ഭയങ്കര മണ്ണ് പോലത്തെ പൊടിയാണ് കേട്ടോ വരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കതവ് തുറന്നിടും. അപ്പോൾ ഇവിടുത്തെ ഒരു ടൈപ്പ് ഡസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുകൂടാണ്ട് ചെറിയ ചെറിയ തോതിലുള്ള ചവറും ഇതൊക്കെ ഉണ്ടാവും. അത് എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഹാളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് തൂത്തൊക്കെ വാരിയതിന് ശേഷം നേരെ റൂമിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒതുക്കിയിടുന്നതാണ്. പിന്നെ എന്തെങ്കിലും പേപ്പറോ അത് ഇതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് തറയിലിട്ടിട്ട് പോകലുണ്ട്. അതൊക്കെയാണ് ജസ്റ്റ് ഉള്ളൂ. പിന്നെ എൻ്റെ മുടി, ഒരു കുട്ട മുടി കാണും. ഡെയിലി ഞാൻ ഈ റൂമിൽ നിന്നിട്ടാണ് എൻ്റെ ഹെയർ ചീവാറുള്ളത്. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് മുടി കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ വീഡിയോ എടുക്കുന്ന കോർണർ ദേ ഇങ്ങനെ കിടക്കുകയാണ്. ചട്ടി എന്താ പറയുക, ഞാനൊരു ചെടി ഞാനൊരു ചെടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യലാണ്. അതാകുമ്പോൾ നമുക്ക് ലോ മെയിൻ്റെനൻസ് ആണല്ലോ. അപ്പോൾ ആ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അതിൻ്റെ ചട്ടി അതോ ഇരുന്നത്. പിന്നെ ഞാൻ അതെടുത്ത് അറേഞ്ച് ചെയ്ത് ദേ ഇപ്പുറത്ത് കൊണ്ട് വെച്ചു കേട്ടോ. ഹാളിൽ ജസ്റ്റ് കൊണ്ടുവച്ചു. ഞാനിങ്ങനെ അതിങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാനിങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കും. വീഡിയോ എടുക്കാൻ നേരത്ത് അത് ഞാനൊരു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് ചുമ്മാ സെറ്റൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഏകദേശം പല ദിക്കുന്നുള്ള പൊടിയൊക്കെ തൂത്ത് എടുത്ത് ഞാൻ കൊണ്ടുവന്ന് ഇടുകയാണ്, ഡസ്റ്റ്ബിനിൽ ഇടുകയാണ്. ഇനി ലാസ്റ്റ് ഇതെല്ലാം കൂടെ പെറുക്കിക്കൊണ്ട് പോയിട്ട് കളയണം. വീട് ഒതുക്കുക എന്ന് പറയുന്ന ഒരു വല്ലാത്ത പണിയാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ അടിച്ചു വാരുക എന്ന് പറയുന്നത്. ബിക്കോസ് അതൊരു ഹെക്റ്റിക് ആണല്ലോ. പൊടിയൊക്കെ അടിച്ചിട്ട് എനിക്കാണെങ്കിൽ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം തൊട്ട് നല്ല ജലദോഷം. അപ്പോൾ പെട്ടെന്ന് തുമ്മലും ഇങ്ങനത്തെ ഒക്കെ പ്രശ്നമൊക്കെ വരും. പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കഴുകാനിടാം എന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ തൊട്ടാണ് നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പം അതിന് മുന്നിട്ടേ എല്ലാം ചെയ്ത് തീർക്കണമല്ലോ. പക്ഷെ ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു 2-3 ഡേയ്സ് മുന്നേ ആയിരുന്നു കേട്ടോ. പക്ഷെ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നോമ്പ് തുടങ്ങും. ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേ ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഞാൻ വേറെ അക്കൗണ്ടിലൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു, ഇൻസ്റ്റയിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റേ യൂട്യൂബ് ചാനലിലും ഒക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ലോങ് വീഡിയോ എഡിറ്റ് ആകാൻ കുറച്ച് ടൈം പിടിക്കുമല്ലോ. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാന്ന് പറയുന്നത് അതിനെക്കാട്ടിയിട്ടും നല്ല ടൈം പിടിക്കുന്ന ഒരു പരിപാടിയാണ്. സോ എന്തായാലും മൊത്തത്തിൽ ലേറ്റ് ആവും. പിന്നെ ഞാൻ ജസ്റ്റ് നമ്മളെ കണ്ണാടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. വലിയ പൊടിയൊന്നും ഇതിൻ്റെ മേലെയൊന്നും ഇല്ല. പിന്നെ ഈ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിലൊക്കെ പൊടി വരുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മുടിയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ പൊടിയൊക്കെയാണ് മോസ്റ്റ്ലി വീഴാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്തുവാരി കഴിഞ്ഞ് തുടച്ചൊക്കെ എടുത്താൽ എല്ലാം സെറ്റായി. ഇത് വേറൊരു ദിവസം എടുത്തതാണ്, ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഒക്കെ എടുത്തത് കേട്ടോ. കിച്ചൺ ക്ലീനിങ് ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാറുണ്ട്. ഡീപ്പ് ക്ലീനിങ് അതും ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഡീപ്പ് ക്ലീനിങ് ഉണ്ടാവും. ഇന്ന് നല്ല രീതിക്ക് കിച്ചണിൽ ചവറുണ്ട്. ബിക്കോസ് ഇന്ന് ഞാൻ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ്. അവിടെ ഇവിടെ കിടക്കുന്ന എല്ലാ പൊടികളും കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. കാര്യം ഞാൻ മേലെന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ അടിച്ചടിച്ചടിച്ച് പൊടികളൊക്കെ ഇടുന്നു. ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഈ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന്. എത്രയൊക്കെ ഞാൻ ഈ ഒരു കോർണർ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാലും പിന്നെയും നമ്മൾ ഓരോ തവണ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കോർണറിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കംപ്ലീറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിച്ചൊക്കെ കിടക്കും കേട്ടോ. ഇത് ഞാൻ ഉച്ചയ്ക്ക് കുക്ക് ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങളാണ്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ളത് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ അങ്ങോട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ്. അപ്പോൾ
നമ്മുടെ പഴയ ഒരു എന്താ പറയുക സ്റ്റൗ ആണ്. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് കഴുകിയെടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യലുണ്ട്. നമ്മൾ ഓരോ വട്ടം ഇത് കഴുകിയാലും കുക്ക് ചെയ്യുന്ന സ്ഥലമല്ലേ, എപ്പോഴും പൊടി ഉണ്ടാവുമല്ലോ. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഉമ്മയാണെങ്കിൽ ഒരു വട്ടം കുക്ക് ചെയ്യുമ്പോൾ കൂടെ ഒരു തുണിയും കയ്യിൽ പിടിച്ചിട്ട് നിൽക്കും, പൊടി വീഴുന്നതിനനുസരിച്ച് ഇങ്ങനെ തുടച്ച് പോകാനായിട്ട്. നമ്മൾ ധൃതിയിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ തുടച്ച് പോകാനുള്ള ഗ്യാപ്പ് ചിലപ്പം എല്ലാവർക്കും കിട്ടിയെന്ന് വരത്തില്ല. സോ ഞാൻ കംപ്ലീറ്റ്ലി കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ മേൽവശവും പിന്നെ താഴത്തുമൊക്കെ കിടക്കുന്ന പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കും. മൊത്തത്തിലൊന്ന് തേച്ച് കഴുകി എടുക്കും. പിന്നെ ഇതിന് കുറച്ച് ദിവസം മുന്നേ, ഒരു 2-3 ദിവസം മുന്നേ, അല്ല തൊട്ട് തലേ ദിവസം തന്നെ എനിക്ക് അത്യാവശ്യം ഹെൽത്തൊക്കെ വിഷയം ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ത്രോട്ട് പെയിൻ കാര്യങ്ങളൊക്കെ. ഇവിടെ എനിക്ക് വന്നതിന് ശേഷം തൊട്ട് ഞാൻ പറയാം, എല്ലാ വീട്ടിലും പറഞ്ഞാൽ എനിക്ക് അലർജീൻ്റെ പ്രശ്നം. ഇപ്പോഴാണ് എൻ്റെ ലൈഫിൽ അലർജി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ പ്രശ്നം വരും. അതെനിക്ക് കൂടുതലും എൻ്റെ നോസിനെയും ത്രോട്ടിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും ത്രോട്ട് പെയിൻ ആയിരിക്കും. എഴുന്നേക്കാൻ പോലും പറ്റാത്ത രീതിക്കുള്ള ത്രോട്ട് പെയിൻ, ഈവൻ വെള്ളം കുടിച്ചെടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ ഹെക്റ്റിക് ആയിട്ടുള്ള പണികളൊന്നും എടുക്കാൻ പോകത്തില്ല. ബിക്കോസ് നമ്മൾ ഹെൽത്ത് ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. ഹെൽത്ത് കഴിഞ്ഞിട്ട് വേറെ എന്തോ ഉള്ളൂ. അപ്പോൾ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. എന്ത് പണിയാണെങ്കിലും, അത് നമ്മുടെ ഇപ്പോൾ വീട്ടിലെ പണിയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ സെൽഫ് ആയിട്ടുള്ള പണിയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള പണിയാണെങ്കിലും, ആദ്യം നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നൊരു ചിന്താഗതിയാണ് എനിക്കുള്ളത്. ആൻഡ് ഈ ഒരു ചിന്താഗതി എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ അങ്ങനെയാണ്. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, മീൻസ് പേഴ്സണൽ കാര്യം എന്ന് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ഹെൽത്ത് ഫസ്റ്റ് ഞാൻ ഇമ്പോർട്ടൻസ് എൻ്റെ ഹെൽത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കി എന്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ. പക്ഷേ ബിക്കോസ് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടെങ്കിലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പല ഉമ്മനും മറന്നു പോകുന്ന ഒരു കാര്യം കൂടിയിട്ടാണിത്. അവർ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് പരതും, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കയ്യിൽ വെച്ച് കൊടുക്കും. ആൻഡ് ഫൈനലി അവർക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും അവർ സഫർ ചെയ്യും. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മളെ ക്ലിനിക്സിലൊക്കെ വരുന്ന പേഷ്യൻസിലാണെങ്കിലും ഞാൻ ഇങ്ങനെ വയസ്സായ അമ്മമാരെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. അവരിങ്ങനെ പറയും, ഓ മക്കളെ ഞാൻ ഇങ്ങനെ പണി ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, എൻ്റെ ആവുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അവരുടെ എക്സ്പ്ലനേഷൻസ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടി ഏത് ടൈമിലാണ് ലൈക്ക് ഒരു ടൈം കീപ്പ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. ഇപ്പോഴും അവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും, അതായത് നിങ്ങൾക്ക് വേണ്ടി ടൈം കൊടുക്കുക, അതെങ്ങനെ മക്കളെ, അത് പറ്റത്തില്ലല്ലോ, ആ ഒരു ഇത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തോ മാതിരി ഫീൽ ചെയ്യും. അപ്പൊ അതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ഉറപ്പായിട്ടും നമുക്കൊരു ടൈം കൊടുക്കണം. എക്സ്പെഷ്യലി ഞാൻ ഫീമെയിലിന്റെ കേസ് എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ടൈം കൊടുക്കത്തില്ല. അവർ ബാക്കി വീട്ടിലുള്ള ബാക്കി മെമ്പേഴ്സിനെ ഒക്കെ അവരുടെ ഒക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് സമയം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, ആ ഒരു സെറ്റപ്പിലോട്ട് പോകുന്നത്. സോ അതിന് ഞാൻ തീരെ ഓപ്പോസിറ്റ് ആണ്. മീൻസ് ഈ ഒരു കൺസെപ്റ്റിനോട് ഞാൻ തീരെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ദിസ്, നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കണം. കുറച്ച് സെൽഫ് ലവ് ഒക്കെ അങ്ങോട്ട് ആയിക്കോട്ടെ, അല്ലെ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമ്മളിപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കായിരിക്കും ഈ കൊടുക്കാത്തതിന്റെ എല്ലാം കൂടെ ആ സമയത്തായിരിക്കും കിട്ടുക. എല്ലാം കൂടെ ഏറ്റുവാങ്ങാൻ നിൽക്കണ്ടല്ലോ. ചിരിച്ചിരിയൊക്കെ കൊടുക്കുക, ആവശ്യത്തിന് കൊടുക്കുക, ദാറ്റ്സ് ഓൾ. സോ ഇപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കിച്ചൺ ക്ലീനിങ്. പിന്നെ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് മേലത്തെ കയറ്റി വെച്ചിരിക്കണം. അപ്പൊ ഇക്കൊന്ന് പോകുന്നതിന് മുന്നേ ഞാൻ അതിനെ താഴോട്ട് എടുപ്പിച്ചു. എൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ചും കൂടി സ്ഥലം വേണ്ട പോലെ തോന്നി കേട്ടോ. ഞാൻ ഈ ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു തട്ടിന്റെ ഒരു ചെറിയ ഇതിലായിരുന്നു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നോക്കുമ്പോഴത്തേക്കും സാധനങ്ങൾ ഇങ്ങനെ കൂടി വരുന്ന പോലെ തോന്നി. അപ്പം ബാക്കി 2 തട്ടും കൂടി എടുത്തിട്ട്, എനിവേ ഞാൻ ഈ ഒരു എന്താ പറയാ, ഈ ഒരു ബെഞ്ചിലാ എല്ലാ സാധനങ്ങളും വെച്ചിരിക്കുന്നത്. എന്നാ പിന്നെ ഇതും കൂടെ ഫിറ്റ് ചെയ്ത് വെക്കുന്നതല്ലേ നല്ലേന്ന് ഓർത്തിട്ട് എടുത്തിട്ട് അത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വേണ്ട തോന്നുമ്പോൾ ഞാൻ പിന്നെ എടുത്ത് മേലെ കെട്ടും, പിന്നെ ആവശ്യം താഴെക്കും, ഇങ്ങനെയൊക്കെ. എനിക്ക് ഒരു സാധനം ഒരു സ്ഥലത്ത് തന്നെ എപ്പോഴും ഇരിക്കുന്ന കാണുമ്പം അതെനിക്കൊരു ഇഷ്ടമില്ല. ലൈക്ക് എനിക്കത് പിന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ആ സ്ഥലം മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കണം എന്നൊക്കെ ഒരു ചിന്തയാണ്. ഇപ്പൊ ഒരു കട്ടില് എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് കിടക്കുമ്പം 1 മാസം 2 മാസം വരെ ഞാൻ സഹിക്കും. 3ാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് എനിക്കത് തോന്നും, ഈ ഒരു സ്ഥലത്ത് കിടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, കുറച്ചൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാലോ എന്നൊക്കെ ഒരു തോട്ട് വന്നിട്ട് അങ്ങനെ മാറ്റും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഈ ഒരു ബെഞ്ച് ഞാൻ ഇവിടെ കൊണ്ടിട്ടപ്പോൾ കുറച്ചൊക്കെ ഇതിന്റെ ഉള്ളിൽ വെക്കാന്ന് ഓർത്ത് വെച്ചതാ. പക്ഷെ ഇതൊരു വല്ലാത്ത പണിയായിപ്പോയി. ബെഞ്ച് നല്ലത് തന്നെയാ. ഞാനവിടെ കണ്ടില്ലേ ഈ ഉള്ളി ഇങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ
അതും പൊടിയും കാര്യങ്ങളൊക്കെ വീണിട്ട് ആകെ മെസ്സിയായി. അപ്പം ഞാൻ ഓർത്തു അവിടെ ഒന്ന് വൃത്തിയാക്കാം. പിന്നെ ദേ ഈ ഒരു ചരുവത്തിലും പിന്നെ ഈ ബക്കറ്റിലും ഒക്കെ അരിയായിരിക്കുന്നത്. ഞങ്ങൾ ഓരോ വട്ടം നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് അരി ഇങ്ങനെ അവിടെ നിന്ന് മേടിച്ചോട്ടാ വരുന്നത് കേട്ടോ. ഇവിടുത്തെ അരി നാട്ടിലത്തെ അരിയായിട്ട് അങ്ങോട്ട് സെറ്റ് ആവണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് വരും. അവസാനം വന്നപ്പോഴത്തേക്കും കാണാം ഒരു ലോഡ് അരിയായി മാറി. ഇനി ആ കബോർഡിനകത്ത് അരി ഇരിപ്പുണ്ട്. ഇതെത്രയും കൂടെ തീർക്കണം. ഇനി എന്തായാലും നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പോഴൊന്നും അരി കൊണ്ടുവരുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ പൊന്നി റൈസ് നല്ലതാട്ടോ, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഇത് തീർന്നിട്ട് ഇനി അത് മേടിക്കാം. അതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ വല്ലപ്പടി മാത്രം ഇതും മേടിച്ചാൽ മതിയല്ലോ എന്നൊക്കെ തോന്നി കേട്ടോ. അങ്ങനെ ഏകദേശം ഞാൻ എല്ലായിടത്തുനിന്നും വലിച്ചു ഊരി ഇട്ടിട്ട് ഒക്കെ തറ മൊത്തത്തിൽ ഒരു വരുവായി. ഇനി ഇതെല്ലാം കൂടെ വാരി കൂട്ടുമ്പോൾ ഒരു വലിയ ചവറായിട്ട് വരും. അതിന് എൻ്റെ വീഡിയോ ഇത് കണ്ടു കഴിയുമ്പോൾ വീട്ടുകാരെന്നെ വിളിക്കും, ഇത്രയും മെസ്സിയാക്കിയാണ് ഇട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് മിക്കവാറും കോള് വരാൻ സാധ്യതയുണ്ട്. ഞാൻ മെസ്സിയാക്കി ഇട്ടതല്ല, ഞാൻ ഇന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഉള്ളത് എല്ലാം വലിച്ച് ഞാൻ തന്നെ തറയിലോട്ട് ഇടുന്നതാണ് കേട്ടോ. അങ്ങനെ പൊട്ടറ്റോയും കാര്യങ്ങളും ഒക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. സ്റ്റാൻഡ് ഏകദേശം സെറ്റായിട്ടുണ്ട്. എന്തൊക്കെ അരിയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഓക്കെ എല്ലൊക്കെ എടുത്ത് പെറുക്കി എടുത്തൊക്കെ ഇങ്ങനെ ഓരോന്ന് വെക്കണമല്ലോ. സത്യത്തിൽ ഈ ലോങ് വീഡിയോയിൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എൻ്റെ ചിന്തകൾ അങ്ങോട്ട് പറയാം, പിന്നെ ഈ വൃത്തിയാക്കുന്നത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏകദേശമൊക്കെ ആ ഒരു ഏരിയ ക്ലീൻ ആക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താ ചെയ്യണത് ഞാൻ തന്നെ നോക്കണം. ഓക്കെ, എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒക്കെ പിറക്കി വെച്ചു. തേങ്ങ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതൊക്കെ തീർന്നു. പിന്നെ ഇപ്പം ഇവിടുന്ന് 1 2 ഒക്കെ ആയിട്ട് മേടിക്കും. നമുക്കിവിടെ അങ്ങനെ വലിയ തേങ്ങയുടെ ഉപയോഗം വരുന്നില്ല. പിന്നെ തേങ്ങേൻ്റെ പാല് നമുക്കല്ലാണ്ട് ഇങ്ങനെ മേടിക്കാൻ കിട്ടൂല. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും കറിയിൽ യൂസ് ചെയ്യും, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ കംപ്ലീറ്റ്ലി ഈ ഒരു ഏരിയ ഏകദേശ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെയും കൗണ്ടർ ടോപ്പിലോട്ട് പോകണം. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൗണ്ടർ ടോപ്പ് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ച് കൊടുക്കും കേട്ടോ. ഒരു ദിവസം ഡീപ്പ് ക്ലീനിങ്ങിന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നത്. ലൈക്ക് ഒരു ഹെക്റ്റിക് പരിപാടിയാണ്. പ്രത്യേകിച്ചും അടുക്കള ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂലയും മുക്കും മുടുക്കും എല്ലാം നോക്കിയെടുത്ത് ക്ലീൻ ആക്കണമല്ലോ. വീട്ടിലിരുന്ന അവൻ ഒരു കാര്യമില്ലാതെ എടുത്തുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഞാൻ എടുത്ത് പറഞ്ഞിട്ട് ഞാൻ പറയും, ഇത് ഞാൻ കൊണ്ടുപോയി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു കാര്യമില്ലാതെ എടുത്തിട്ട് ഇതേ ഈ ഒരു മൂലയിൽ കൊണ്ട് ഇതാ ഒരു തുണി ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇതാണ് വാസ്ത. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൂടാക്കിയാലായി. അല്ലാതെ വലിയ കുക്കിംഗ് പരിപാടിയൊന്നും ഇതിനകത്തില്ല. ഓക്കെ, അങ്ങനെ അതിൻ്റെ ഒരു ഏരിയ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. അമ്മേ, ഇത് ഓരോ വശം തൊടുമ്പോഴത്തേക്കും ഓരോ വശത്തുനിന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഒരു ദിവസം ഇതിൻ്റെ എന്താ പറയുക, ഇതിന് മെനക്കെട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പരിപാടിയും നമുക്ക് അന്നത്തെ ദിവസം നടക്കത്തില്ല. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഇനി ആ റൈസ് കുക്കർ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവമല്ല. ബിക്കോസ് ഞങ്ങൾ 2 പേരും ഉണ്ടെങ്കിൽ നമ്മൾ കുക്കറിലായിരിക്കും ഫുഡൊക്കെ സെറ്റ് ആക്കുക. റൈസ് കുക്കർ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ റൈസ് കുക്കറിലായിരിക്കും ഇടൽ. നൈറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാമൊക്കെ റെഡി ആയിട്ട് സെറ്റായിട്ടിരിക്കും. സോ കുറേ ആയിട്ട് യൂസ് ആക്കാതെ ഇരുന്ന് പൊടിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേൽവശമൊക്കെ ഒന്ന് ഞാൻ വിചാരിച്ചൊന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കാം. പിന്നെ ഇത് മിക്സി നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പൊടി കാണും. അതൊരു മൂലയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കത്തില്ല. ഇന്നിപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ എടുത്തപ്പോഴാണ് ഓക്കെ ആ ഏരിയയിലൊക്കെ കംപ്ലീറ്റ്ലി പൊടി ഉണ്ടല്ലോ എന്ന് മനസ്സിലായിട്ട് ഒന്ന് തുടച്ചെടുക്കുന്ന ഒരു പഴയ മിക്സി കേട്ടോ. സോ ദാറ്റ് അതും അങ്ങനെ തുടച്ച് വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട് ആ ഒരു ഏരിയയും. ഈ വെള്ളം ഇരിക്കുന്ന ടാങ്ക് ഒരു ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊരു യഥത്തിന് നിന്നിട്ട് അങ്ങോട്ട് പരിപാടികൾ ചെയ്യാനും എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ചില വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്തോന്നു, എന്ത് രസമാണ് അവരുടെ കിച്ചൺ കാണാൻ, നല്ല എസ്തെറ്റിക് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ റെൻറ്റഡ് ഹോം ആയതുകൊണ്ട് തന്നെ കൂടുതൽ എസ്തെറ്റിസിറ്റി കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പൈസ നഷ്ടം വരും. അത് ഒന്നാമത്തെ കാര്യം. ഞാൻ വെച്ചാൽ ഉള്ളത് വെച്ചിട്ട് നമ്മളാ ഒരു ഇതിനനുസരിച്ചിട്ട് പോവാം. നമ്മുടെ ഓൺ സംഭവമാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാമല്ലോ. ഇതല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് പൈസ ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും പറ്റുന്നത് പോലെയൊക്കെ ഉള്ളൊരു ചെറിയ തോതിലുള്ള എസ്തെറ്റിസിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ 3 സംഭവം അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു വൈബൊക്കെ കിട്ടിക്കോട്ടെ, കുക്ക് ചെയ്യാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട്. ഞാനങ്ങനെ ഒരു ഭയങ്കര കുക്കിംഗ് പേഴ്സൺ ഒന്നും അല്ലാത്തത് കൊണ്ടിട്ട് ചെറുതായിട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ. എല്ലാവരും അങ്ങനെയല്ലേ. ഇപ്പോൾ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും മെല്ലെ മെല്ലെ പഠിച്ച് ആണല്ലോ വരുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ആയിട്ടുള്ള ഒരു രീതിക്ക് കുക്കിംഗ് ആണെങ്കിലും അങ്ങനെയൊക്കെ ഫോളോ ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ റൈസ് കുക്കർ ഏകദേശം ഒന്ന് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് ജസ്റ്റ് തുടച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു.
കഴുകിയെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ കഴുകുമോ റൈസ് കുക്കർ? എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അറിയാത്തത് കൊണ്ട് ജസ്റ്റ് തുടച്ച് നീറ്റാക്കി ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. വല്ലപ്പോഴും മാത്രം എടുക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടിട്ട് നമ്മൾ ഡെയിലി റൈസ് ഇവിടെ വെക്കില്ല. ഇടയ്ക്ക് മാത്രമേ റൈസ് വെക്കാറുള്ളൂ. മിക്കവാറും ഓഫീസിൽ പോവുകയാണെങ്കിൽ അവിടെ തന്നെ ഫുഡൊക്കെ കഴിക്കും. ഞാൻ പിന്നെ രാവിലത്തെ ദോശയോ അങ്ങനെ എന്തെങ്കിലും പലഹാരം ഐറ്റംസ് ആയിരിക്കും ഞാൻ കൂടുതലും കഴിക്കാറുള്ളത്. റൈസ് ഐറ്റംസ് എൻ്റെത് കുറവാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി എന്താണ്, ഈ കലമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങ് ഞാൻ അതേമാതിരി വെച്ചിരിക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി നമ്മുടെ സ്റ്റൗവിൻ്റെ ഈ ഇടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഓർണമെൻറ്റ്സൊക്കെ, സ്റ്റൗവിൻ്റെ ഓർണമെൻറ്റ്സൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പഴയ സ്റ്റൗവാണ്. അപ്പോൾ അതിൻ്റെ ഓർണമെൻറ്റ്സും വളരെ പഴകിയതാണ്. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ ഓൺ അല്ലാത്തത് കൊണ്ടിട്ട് ഓക്കെ ഫൈൻ, ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാനല്ലേ എന്നൊരു കൺസെപ്റ്റിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഈ സംഭവം വെക്കുന്നത്, ഈ നമ്മൾ കഴുകുന്ന സാധനങ്ങളൊക്കെ വെക്കുന്നത് റീപ്ലേസ് ചെയ്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോയാലോ എന്ന്. ബിക്കോസ് ഇവിടെ ഇരിക്കുമ്പം ജനലിൻ്റെ അവിടെ വെക്കുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ട് പോലെ. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഈ ജനലിൻ്റെ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന പാത്രങ്ങളെല്ലാം കൂടെ പെറുക്കി അപ്പുറത്തെ ജനലിൽ കൊണ്ടിടാം. അപ്പോൾ ഈ ഒരു കുഞ്ഞ് സ്റ്റാൻഡ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വെള്ളം ഇറ്റിറ്റ് വീഴുമ്പോഴത്തേക്കും ഈ ഒട്ടിച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് വെള്ളം പറ്റുന്നിടത്ത് വെക്കാൻ പാടില്ല. വെച്ച് കഴിഞ്ഞാൽ അത് ഊരി വീഴും. അതുകൊണ്ട് ഞാൻ ആ ഒരു സ്ഥലം മാറ്റുന്നതിനെ പറ്റിയിട്ട് ചിന്തിച്ചത് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു സ്റ്റോക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും വെച്ചാൽ എന്തായാലും ഓഫ് കോഴ്സ് മാറ്റി വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സ്ഥലത്തോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇത് വെക്കാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഒന്ന് വെച്ചപ്പോൾ ദേ അവിടെ നിന്ന് മേലെ നിന്ന് അടുത്തത് ഇളവി വീഴുന്നു. എൻ്റെ മോട്ടിവേഷൻ്റെ കോട്ട് ദേ താഴോട്ട് പോകുന്നു. കോട്ട് പിറക്കി വെക്കട്ടെ. കുക്ക് ചെയ്യാൻ കയറുമ്പോഴത്തേക്ക് എനിക്കിത് കണക്ക് ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും കിച്ചണിലാണെങ്കിലും ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ ഒരു പോസിറ്റിവിറ്റി തോന്നാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാധനം അവിടെ വേണം. ഇല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് ആവും, എൻ്റെ മൂഡ് അപ്പോഴേ പോവും. സോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ആ ഒരു ഏരിയ പ്ലസൻ്റ് ആക്കി വെക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. മെയിനായിട്ട് റൂമൊക്കെ ഇങ്ങനെ പ്ലസൻ്റ് ആക്കി വെക്കാൻ ആണ് എനിക്കിഷ്ടം. പക്ഷെ നമ്മളങ്ങനെ ചൈൽഡിഷ് ലൈക്ക് ആ ഒരു ഇതിനെ എല്ലാവരും ഒരു നല്ല രീതിക്കായിരിക്കത്തില്ല പറയുക. ചിലർ ഇതെന്താ ഫാൻസി ടൈപ്പ് അല്ലെങ്കിൽ ചൈൽഡിഷ് സെറ്റപ്പ് എന്നൊക്കെ പറയും. സോ മാസ്റ്റർ ബെഡ്റൂം, അതായത് നമ്മുടെ ബെഡ്റൂമിൽ നമ്മളങ്ങനെ ചെയ്യില്ല, അല്ലാത്ത സെപ്പറേറ്റ് റൂമിൽ ഞാൻ ചെറുതായിട്ട് കുറച്ച് അലങ്കാര പണികളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് വെക്കും. എനിക്കത് കാണുമ്പോൾ ഒരു സന്തോഷം, ഒരു രസം. ഓക്കെ, അപ്പം എന്തായാലും സാധനം ഫിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം വേണ്ട സാധനങ്ങളെല്ലാം പെറുക്കി അങ്ങോട്ട് വെച്ചേക്കാം. അപ്പം കൈ തട്ടത്തുമില്ല, കുറച്ച് പൊങ്ങിയിട്ടുമാണ് ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ. സോ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനലൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല പൊടി ഇങ്ങനെ കയറാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ആക്കി കൊടുക്കണം. അപ്പോൾ അതിനുള്ള പരിപാടി സെറ്റാക്കാം. അപ്പോൾ സത്യത്തിൽ എൻ്റെ കൈ ഇതിൻ്റെ മൊത്തത്തിൽ എത്തത്തില്ല. അപ്പോൾ ഞാൻ വെച്ചിട്ട് മണ്ടയിലൊക്കെ ഒന്ന് കയറി നിന്നിട്ടൊക്കെ വൃത്തിയാക്കാമെന്ന്. അപ്പം ആദ്യം നമ്മുടെ ആ ഒരു കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കി ഇട്ടിട്ടില്ലെങ്കിൽ തെറ്റി താഴോട്ട് വന്ന് അങ്ങോട്ട് വീഴുമല്ലോ. അതുകൊണ്ട് ഞാൻ ആദ്യം അവിടെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം കേട്ടോ ഇതിൻ്റെ മേലെ ക്ലീൻ ആക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കൈ എത്തുന്നൊക്കെ ഞാൻ ഇവിടെയൊക്കെ നിന്നിട്ടൊന്ന് ജസ്റ്റ് തുടച്ചൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ വിചാരിച്ചു അല്ല ഇങ്ങനെ ചെയ്തിട്ടൊരു രസമില്ല. രസമില്ല എന്നല്ല, മൊത്തത്തിൽ എത്തുന്നില്ലല്ലോ, മുകളിലൊന്നും എത്തുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ മുകളിൽ കയറി നിന്നിട്ട് ഒന്ന് തുടച്ചേക്കാം. അങ്ങനെ ഏകദേശം ആ ഏരിയ ഒക്കെ ഒന്ന് തുടച്ച് ഇതാക്കിയതിന് ശേഷം എനിക്കിനി ഈ കിടക്കുന്ന പാത്രങ്ങളെല്ലാം കൂടി ഇപ്പുറത്ത് ആക്കി വെക്കണം. എന്താ പ്രശ്നം, ഞാൻ ഈ പാത്രം എന്താ ഇങ്ങനെ ജനലിൽ തന്നെ തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഓരോ സാധനങ്ങൾ പെറുക്കിയെടുക്കാൻ എനിക്ക് അത്യാവശ്യം മടിയാണ്. ഓരോ വട്ടം കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിത് വെച്ചിരിക്കുന്നിടം തപ്പിപ്പെറുക്കി എടുക്കണം. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാൻ ഈസിയാണ്. ഇപ്പം ഞാൻ എല്ലാ സമയം എടുക്കുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ അവിടെ തൂക്കിയിട്ടിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ഇതിങ്ങനെ ഒരു തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പം മെയിനായിട്ടൊരു പ്രശ്നം വെച്ചാൽ അടുക്കളയിലോട്ട് വെട്ടം കയറത്തില്ല. അതുകൊണ്ട് ഞാൻ വെച്ചു ഇപ്പുറത്തെ എന്താ പറയുക ജനലിലോട്ട് മാറ്റാം. കുക്ക് ചെയ്യുന്ന അവിടുത്തെ ജനലിൽ നിന്ന് അത്യാവശ്യം വെട്ടം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റൗവ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അതിൻ്റെ ബാക്കി ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് കൊടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തു. സത്യത്തിൽ ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് കുറേ ദിവസങ്ങളായത് കൊണ്ടിട്ട് തന്നെ അടുത്ത സ്റ്റെപ്സ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നോക്കിയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു പാത്രം കഴുകുന്ന ഈ ഒരു ഏരിയ ഇടയ്ക്കിടയ്ക്ക് മെസ്സി ആവും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ചെയ്യുന്ന പരിപാടി തന്നെയാണ് റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കഴുകി തുടച്ച് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഫുള്ളൊന്ന് കഴുകി എടുക്കുന്നുണ്ട് ആ ഏരിയയൊക്കെ ഒന്ന്.
സോ ഒരു ദിവസം നമ്മളിത് ക്ലീൻ ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു വലിയ 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 പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്താ ചെയ്യുക, ഇപ്പം ഡെയിലി നമ്മൾ ക്ലീൻ ആക്കിയാലും ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ അന്ന് പിന്നെയും ഇത് തന്നെ ചെയ്യും. എന്ന് വെച്ചാൽ ഡെയിലി ചെയ്യില്ലെന്നല്ല കേട്ടോ, ഡെയിലിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈൽസിൻ്റെ ഭാഗം അവിടെയൊക്കെ ഫുള്ള് അങ്ങട് തേച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിങ്കിൻ്റെ ഉള്ളിൽ മാർബിളാണെന്ന് തോന്നുന്നു കേട്ടോ. മാർബിള് ഇട്ടിരിക്കാം. മാർബിൾ തന്നെ ഇട്ടിരിക്കുക. നമ്മൾ പൊതുവേ മറ്റേ അല്ലാത്തതല്ലേ കാണല്. പക്ഷെ ഇവിടെ മാർബിൾ തന്നെ ഇട്ടിരിക്കുക. എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് കേട്ടോ. വലിയ കുഴപ്പമില്ല. അങ്ങനെ ആ ഒരു ഏരിയയും അങ്ങനെ ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. സോ ഇനി കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കൊണ്ടുപോയി കളയണം. ഇതൊക്കെ ഞാൻ കെട്ടി 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 വെച്ചിരിക്കും. കളയാൻ ദൂരമൊന്നും പോകണ്ട, താഴോട്ട് പോയിട്ട് അവിടെ വേസ്റ്റ് ബക്കറ്റ് ഉണ്ട്, അതിനകത്ത് ഇട്ടാൽ മതി. എന്താ പറയുക, ഡ്രൈ വേസ്റ്റ്, വെറ്റ് വേസ്റ്റൊക്കെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് ദൂരോട്ടൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ഇത് പിന്നെ മടി പിടിച്ചിട്ട് നമ്മളിങ്ങനെ പിന്നെ കളയാം പിന്നെ കളയാം, മനസ്സിലായില്ലേ? ആ ഒരു സെറ്റപ്പിൽ ഇരുന്നിട്ട് ഉള്ളൊരു പ്രശ്നം മാത്രമാണ് ഉള്ളത് കേട്ടോ. മടി പിടിക്കണ ദിവസം ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യത്തില്ല. മടി പിടിച്ച് അങ്ങട് ഇരിക്കും. മടിയില്ലാത്ത ദിവസം എല്ലാം അത്യാവശ്യം ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു ഏരിയയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണെന്ന് ഇനി ഞാൻ വീഡിയോ തന്നെ നോക്കണം. എനിക്കും വലിയ ഐഡിയ ഇല്ല. ഞാൻ എന്താ ചെയ്തത്, ഞാൻ പറഞ്ഞല്ലോ കുറേ ദിവസം മുന്നേ എടുത്തതായതുകൊണ്ട് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ. സോ അങ്ങനെ ഏകദേശം എൻ്റെ പണികളൊക്കെ കഴിയാറായിട്ടുണ്ട്. എന്താ ഇനിയിപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ കുറേ പൊടികളും കാര്യങ്ങളും ഒക്കെ എല്ലാം ഞാൻ അടിച്ചടിച്ചടിച്ച് താഴോട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വേസ്റ്റ് ബക്കറ്റിലാക്കണം. അത്രയേ ഉള്ളൂ. ഏകദേശം പരിപാടികളൊക്കെ ഇന്നത്തെ കിച്ചൺ ഒതുക്കൽ പെറുക്കലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കിവിടെ ഒന്ന് വേസ്റ്റെല്ലാം പെറുക്കി ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം എനിക്ക് കിച്ചൺ ഒന്ന് തൂത്ത് വാരാനായിട്ട്. തൂത്ത് വാരുമ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ചവറ് കാണും. മേലെ നിന്നൊക്കെ ഉള്ള എല്ലാ പൊടികളും ഞാൻ താഴെ നീക്കിയിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതിൻ്റെ ആയിട്ടുള്ള ചവറ് കാണും. ഇത് ഞാൻ ഓരോ വശവും ഇങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റൂമും ഹോളും ഒക്കെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ പൊടിയെല്ലാം കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഒരു മൂലയിലോട്ടോ വെച്ചിരിക്കുന്നത്. അതാണ് ഇത്രയും പൊടിയെന്ന് പറയാനായിട്ട്. ബിക്കോസ് എനിക്ക് ഇവിടെയാണ് നമ്മുടെ വേസ്റ്റ് ബക്കറ്റിൻ്റെ ഏരിയ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ നിന്നാകുമ്പോൾ എനിക്ക് എടുത്തിട്ട് പോകാൻ എളുപ്പമാണ്. അതുകൊണ്ടിട്ട് ഞാൻ എല്ലാം കൂടെ ഇങ്ങനെ ഈ ഒരു മൂലയ്ക്ക് കൊണ്ടിട്ടിരിക്കുന്നത്. അടുക്കളയിൽ മാത്രം പൊടിയല്ല, എല്ലാ സ്ഥലത്തെ പൊടിയും കൂടി ഉണ്ട്. ഇനി ഇവിടെ ഒന്ന് ജസ്റ്റ് തൂത്ത് വാരിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം തൂക്കൽ പരിപാടീസൊക്കെ കഴിഞ്ഞു. ഇനി വേറൊരു ദിവസം നോക്കിയിട്ട് തുടച്ചാൽ മതി. തുടയ്ക്കുന്നത് എന്തായാലും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കുന്നുണ്ടാവില്ല. ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കായിരിക്കത്തില്ല ചെയ്യുന്നത്. ചിലപ്പോൾ ഇക്കാക്ക് ടൈം കിട്ടുമ്പോൾ എന്നെ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുമായിരിക്കും ചെയ്യുക. അപ്പോൾ ഇനി തൂക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. തൂക്കുമ്പോൾ എനിക്ക് തോന്നി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നമ്മളെ വീട്ടിലൊന്നും ഇങ്ങനത്തെ മണ്ണ് പോലത്തെ പൊടി ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ പക്ഷേ നമ്മൾ എത്ര തൂത്താലും ഒതുക്കിയാലും ഒരു മണ്ണിൻ്റെ ഒരു പൊടി വരും. അതെങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ അങ്ങനെ ഇപ്പോൾ ജനലും കതകും ഒന്നും എപ്പോഴും തുറന്നിടുന്നതും ഇല്ല. എന്നാലും ആ ഒരു വൃത്തികെട്ട പൊടി കാണും. എനിക്കിഷ്ടമല്ലാത്തതും ആ ഒരു പൊടി തന്നെയാണ്. സോ അപ്പോൾ തൂത്തുവാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങളുടെ റംസാൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലീനിങ് പരിപാടീസൊക്കെ എന്തായി? അപ്പോൾ എൻ്റെ പരിപാടീസൊക്കെ ഇതായിരുന്നു. വീടൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീനൊക്കെ ആക്കി വെച്ചു. ആക്കി വെക്കുമ്പോൾ ഒരു മനസ്സമാധാനം. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും റംസാനൊക്കെ അടിപൊളിയായിട്ടിരിക്കട്ടെ. കൂടുതൽ എന്താ പറയുകയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. ഇതൊരു 2-3 ഡേയ്സിലത്തെ വീഡിയോസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഞാൻ എടുത്തിരിക്കുന്നൊരു വീഡിയോ ആണ്. സോ അത്യാവശ്യം ഇതിന് ലെങ്ത് ഉണ്ട്. ഒരു അരമണിക്കൂറോളം ലെങ്ത് വരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഡെയിലി ടാസ്ക് കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു ചാനൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡു സപ്പോർട്ട് മീ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പുതിയ ചാനലാണ്. സോ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം. ഫൈനലി ക്ലീനാക്കി കഴിഞ്ഞിട്ടുള്ള കിച്ചൻ്റെ ലുക്കാണ് കേട്ടോ ഇത്.